ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഹിമാക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +2 ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാജാക്കന്മാർ, കർഷകർ, പട്ടണങ്ങൾ, ഇല്ലെങ്കിൽ കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതിൽ നമുക്ക് ചർച്ചയ്ക്ക് വെക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, മഹാജനപദങ്ങൾ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, ഉയർന്നു വരാനുള്ള കാരണം എന്താണെന്നുള്ളത്. അതിൽ നമുക്ക് മഗധയെ കുറിച്ചും കൂടെ പറയേണ്ടതായിട്ട് വരും. ഓക്കെ. മറ്റൊന്ന്, അശോകന്റെ ധർമ്മസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ. നമ്മള് +2 ഹിസ്റ്ററി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒന്നാം ചാപ്റ്ററിൽ ഹാരപ്പൻ സിവിലൈസേഷൻ, അത് ഉയർന്നു വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ മനുഷ്യ സമൂഹത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് തന്നെ പറയാണ് ഒന്നാം ചാപ്റ്ററിൽ. രണ്ടാം ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ മനുഷ്യർ സമൂഹമായിട്ട് മാറുന്നു, ഭരിക്കാനും ഭരിക്കപ്പെടാനും രാജാക്കളും പ്രജകളും ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഭരണ സംവിധാനം, നികുതി പിരിവ്, ഇങ്ങനെ പോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ വരുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാവുമ്പോൾ സുശക്തമായിട്ടുള്ളൊരു ഭരണ സംവിധാനം കൊണ്ടുവന്ന ഒരു വിഭാഗമായിരുന്നു മഹാജനപദാസ്. 16 ജനപദാസ് ഉണ്ടായിരുന്നു. ഈ 16 ജനപദാസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഉയർന്നു വന്ന കാലഘട്ടത്തെ കുറിച്ച് പറയണം. BC 6-ാം നൂറ്റാണ്ടിലാണ് ഈ ജനപദാസ് ഉയർന്നു വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനപദങ്ങളിൽ ഒന്നാണ് മഗധ എന്ന് പറയുന്നത്. ഈ മഗധയുടെ ഉയർന്നു വരവിനെ കുറിച്ച് പറയുന്ന മുൻപായിട്ട് ജനപദങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് ജനപദാസിന്റെ പ്രത്യേകതകൾ. നല്ലൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു, അതിനപ്പുറത്തേക്ക് ഭരണാധികാരിക്ക് സൈന്യങ്ങൾ ഉണ്ടായിരുന്നു, സുക്തമായിട്ടുള്ളൊരു നികുതി പിരിവ് ഉണ്ടായിരുന്നു, രാജാതിർത്തി കാത്തിരുന്നു, അതിൻ്റെയൊക്കെ ഉപരിയായിട്ട് ഒരു ധർമ്മസൂത്ര, എന്താണ്, ഭരിക്കാനുള്ള നിയമസംഹിത, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഒരുപോലെ കാത്തു സൂക്ഷിക്കേണ്ട നിയമാവലികൾ എഴുതി വെക്കപ്പെട്ട ഒരു ഭരണഘടനയുടെ മാതൃകയാണ് ധർമ്മസൂത്ര. അങ്ങനെ ഒരു ധർമ്മസൂത്ര എന്ന് പറയുന്ന ഒരു നിയമാവലി തന്നെ ഇവര് എഴുതി തയ്യാറാക്കിയിരുന്നു. അത് ഇവര് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നു. ഇതാണ് മഹാജനപദാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ആയിട്ട് പറയുന്നത്. ഈ മഹാജനപദാസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചൊരു ഐഡന്റിറ്റി, ഇതിനെ പറ്റിയൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ചെറിയ കുറിപ്പ് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. ഓക്കെ. രണ്ടാമതായിട്ട് വരുന്നത്, ഈ 16 മഹാജനപദാസിലെ മഗധ ഉയർന്നു വരാനുള്ള കാരണം, ഏറ്റവും നല്ല ഒരു ജനപദമായിട്ട് മഗധ ഉയർന്നു വരാനുള്ള കാരണത്തെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏകദേശം 6 കാരണങ്ങൾ ഇത് നമുക്ക് എണ്ണാനായിട്ട് പറ്റും. ഒന്ന്, മണ്ണിന്റെ ഫലപുഷ്ടിയാണ്. 2, അവരിൽ കൂടുതൽ ഇരുമ്പയിലുകൾ കണ്ടെത്തിയതാണ്. 3, അവരുടെ കാടുകളിൽ ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു. ഈ ആനയുടെ ഒരുപാട് നിക്ഷേപം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആനകൾ ഒരുപാട് ഉള്ളത് കൊണ്ട്, നിക്ഷേപമല്ല, ആനകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് അവർക്ക് അവരുടെ സൈന്യത്തെ സുശക്തമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആനകൾ ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. മറ്റൊന്ന്, ഗതാഗതം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല സജ്ജീകരണത്തിലാണ് അവർ ഗതാഗതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നല്ല ശക്തരായിട്ടുള്ള ഭരണാധികാരികളും അവർക്ക് കീഴിൽ ശക്തരായിട്ടുള്ള സൈന്യവും ഉണ്ടായിരുന്നുള്ളതാണ്. ഇങ്ങനെ ഒരു 6 കാര്യങ്ങൾ എണ്ണിക്കഴിയുമ്പോൾ ഈ മഗധ ഉയർന്നു വരാനുള്ള കാരണം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ മഗധ ഉയർന്നു വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ മഹാജനപദാസിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായി. ഇത് ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ഈ മഗധ ഉയർന്നു വരാനുള്ള കാരണം പലപ്പോഴും 6 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് നമുക്ക് മാക്സിമം മഹാജനപദാസിന്റെ പ്രത്യേകതകൾ, മഗധ ഉയർന്നു വരാനുള്ള കാരണങ്ങൾ, ഇത് നമുക്ക് മാക്സിമം എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രയും പഠിക്കണം. ഇനി നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് വേണമെങ്കിൽ അത് എന്നോട് ചോദിക്കണം, ഞാൻ നൽകാം കേട്ടോ. ഞാൻ ഇതിന്റെ കൂടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് വേണമെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്, നോ പ്രോബ്ലം. ഓക്കെ. ഇനി ഇതിൽ പറയാനുള്ള മറ്റൊരു ഭാഗം അശോകന്റെ ധർമ്മങ്ങളെ കുറിച്ചാണ്. അശോകൻ ഒരു യുദ്ധത്തില്
അതോ കലിംഗ യുദ്ധം, നമുക്ക് അതിലേക്ക് തന്നെ പോവാം. കലിംഗ യുദ്ധം കഴിഞ്ഞ് അശോകൻ ആ യുദ്ധക്കളത്തിലേക്ക് ചെല്ലുകയാണ്. ചെന്ന സമയത്ത് അദ്ദേഹം യുദ്ധം ചെയ്ത് പരസ്പരം വെട്ടിമരിച്ച് കുന്നുകൂടി കിടക്കുന്ന മനുഷ്യരുടെ ജഡം കണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത മാനസിക പ്രയാസം വരുന്നു. അങ്ങനെ അദ്ദേഹം ആത്മീയ മാർഗത്തിലേക്ക് കടക്കുകയാണ്. ആത്മീയ മാർഗത്തിലേക്ക് കടന്നപ്പം അദ്ദേഹത്തിൽ മാത്രമല്ല, തൻ്റെ രാജ്യത്തിനും രാജ്യത്തിന്റെ ഭരണത്തിനും സൂക്ഷ്മത വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപാട് ധർമ്മങ്ങളെ പ്രത്യേകം എഴുതി തയ്യാറാക്കുന്നു. ഇത് പ്രജകൾക്കിടയിൽ പോലും പ്രചരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു രാജാവ് എഴുതി തയ്യാറാക്കപ്പെട്ട ധർമ്മങ്ങൾ തന്നെയായിട്ട് മാറുന്നു. അതിന് പിന്നീട് അശോക ധമ്മാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരും കൂടുതലും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒന്ന് തന്നെയാണ്. നമ്മൾ അതങ്ങോട്ട് മനസ്സിലേക്ക് വഹിച്ചു കഴിഞ്ഞാൽ അശോകധർമ്മ ചെയ്താൽ സുഖമായിരിക്കും. ഒന്ന്, മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നമ്മൾ നന്നായിട്ട് പരിഗണിക്കണം, ബഹുമാനിക്കണം എന്നാണ്. ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമ്മളെ ചാനലിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ട് പറയേണ്ടതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ സ്വന്തം ഉമ്മയെ വെടിവെച്ച് കൊല്ലുന്ന കാലത്ത് അധ്യാപകനോട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങ് ശരിയാക്കാം എന്ന് പറയുന്ന കാലത്ത് അശോകധർമാസിനൊക്കെ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നൊക്കെ നമുക്ക് ഇരുന്ന് പറയേണ്ട കേസാണ്. അതിലേക്ക് പോകുന്നില്ല. ഒന്ന്, മാതാപിതാക്കളെയും അതുപോലെ തന്നെ ഗുരുക്കന്മാരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനുമാണ് പറയുന്നത്. രണ്ട്, ബ്രാഹ്മണരെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും പരിഗണിക്കാൻ പറയുന്നു. അതുപോലെ തന്നെ അഹിംസയെ കുറിച്ച് പറയുന്നു. ജനങ്ങളെ പരിഗണിക്കാനും കുട്ടികളോട് കരുണ കാണിക്കാനും, ഇങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ഭാവങ്ങൾ മാത്രമാണ് അശോക ധമ്മാസ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു 6 ഉണ്ട്. ഇതങ്ങോട്ട് പഠിച്ചിട്ട് പോവാം. ഇതെന്തായാലും ചോദ്യമായിട്ട് വന്നാൽ മാർക്ക് ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ അതിനാണ് ധാരണ പഠിച്ചു പോകാൻ പറഞ്ഞത്. അപ്പൊ 3 കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. സോറി, 2 ഉള്ളൂ. ഇതിൽ മഗധ നമുക്ക് ജനപദാസിന്റെ കൂടെ എണ്ണാവുന്നതാണ്. പക്ഷെ അത് പഠിക്കണം കേട്ടോ. ഒന്ന്, 16 ജനപദങ്ങൾ ഉയർന്നു വന്നു, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു. 2, മഗധ ഉയർന്നു വരാനുള്ള 6 കാരണങ്ങൾ എന്തൊക്കെയാണ്. 3, നമ്മളുടെ ബഹുമാനപ്പെട്ട അശോകൻ, അദ്ദേഹത്തിന്റെ ധർമ്മങ്ങൾ, അദ്ദേഹത്തിന്റെ ധമ്മാസ് എന്തൊക്കെയായിരുന്നു എന്ന് പഠിക്കണം നമ്മള്. ഇത് 3 പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഈ 3 അല്ലെങ്കിൽ ഈ 2 വിഷയങ്ങൾ, ഇതിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. നിങ്ങൾക്ക് നോട്ട്സ് വേണോ, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അത് നിങ്ങൾക്ക് നൽകാം. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും എവിടെയും ഒരു പെർമനന്റ് ബേസ്ഡ് അല്ല. ആരും ഹിസ്റ്ററിയിൽ പരാജയപ്പെടാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിലൊക്കെ ഞാൻ മുൻപോട്ട് വെക്കുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും പാസ്സാവണം. ആരും ഹിസ്റ്ററി പരാജയപ്പെടരുത്. എന്ത് ഡൗട്ട്സിനെയും ചോദിക്കണം. ആരെങ്കിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചവർ വീണ്ടും എഴുതുന്നുണ്ടെങ്കിൽ അവരെന്തായാലും എന്നെ കോണ്ടാക്ട് ചെയ്യണം. ഹിസ്റ്ററി വീണ്ടും കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടു, +2, ഇപ്പോ നിങ്ങൾ സ്കൂളൊന്നും പോകുന്നുണ്ടാവില്ലോ, ആ ടച്ചൊക്കെ വിട്ടിട്ടുണ്ടാവും. അവരൊക്കെ എന്തായാലും എന്നെ കോണ്ടാക്ട് ചെയ്യണം. നമുക്ക് പാസ്സാവാം. ആരും ഹിസ്റ്ററിയിൽ ഈ വർഷം ആരും പരാജയപ്പെടാൻ പാടില്ല എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്നതാണ്. എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടണമെന്നും കൂടെ അറിയിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഒരു ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റും. അതുവഴി നോട്ട്സുകൾ കൂടുതൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട നോട്ട് ഏതാണോ അതും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ട് തന്നെ അയച്ചിട്ടുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മറ്റൊരു ഭാഗവുമായിട്ട്, മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.